എല്ലാവർക്കും നമസ്കാരം. ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശിവ ഇൻ മെഡിറ്റേഷൻ എന്ന പെയിൻറ്റിങ്ങിൻ്റെ കളറിംഗ് ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്കെച്ചിങ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ തീർച്ചയായും കാണണം. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ത്രിമൂർത്തികളിലെ ഒരു മൂർത്തിയും സംഹാരത്തിൻ്റെ ദേവനുമാണ് ശിവൻ. ഹിമവാന്റെ പുത്രിയായ ദേവി പാർവതിയാണ് ഭഗവാൻ ശിവന്റെ പത്നി. ദേവന്മാരുടെയും ദേവനായാണ് ശിവനെ ശൈവർ ആരാധിക്കുന്നത്. ശിവന്റെ രൂപവും ഭാവവും വേഷവുമൊക്കെ മറ്റു ദേവതകളിൽ നിന്നും വ്യത്യസ്തമാണ്. ശരീരമാകെ ചുടല ഭസ്മം പൂശിയിരിക്കുന്നു. കടുവയുടെ തോലിലാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ കാലങ്ങളോളം നിശ്ചലമായി ധ്യാനത്തിൽ മുഴുകിയിരിക്കും. ശിവഭഗവാനെ പോലെ എല്ലാ ഭാവങ്ങളും തികഞ്ഞ ഒരു ദേവതാഭാവം വേറെയില്ല. നന്ദി എന്ന കാളയാണ് ശിവന്റെ വാഹനം. സർപ്പമാണ് കഴുത്തിലെ ആഭരണം. ഭിക്ഷാപാത്രം തലയോടാണ്. സർവേശ്വരനാണ്, പക്ഷേ ചാരത്തിലാണ് കിടക്കുന്നത്. ധനത്തിന്റെ രാജാവായ കുബേരൻ ഭൃത്യനാണ്. നെറ്റിയിൽ അഗ്നി നിറഞ്ഞ തൃക്കണ്ണ്, ശിരസിൽ ഗംഗ, ഇതൊക്കെ കൂടിച്ചേർന്നതാണ് ശിവസങ്കല്പം. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെയാണ് ഭഗവാൻ ജീവിക്കുന്നത്. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നാണ് തൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം കാണിച്ചു തരുന്നത്. ശിവൻ എന്ന വാക്കിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. മനുഷ്യർക്ക് മംഗളകരമായത് കാക്ഷിക്കുന്നത് കൊണ്ടാണ് ശിവനായത്. ശ എന്നത് നിത്യമായ ആനന്ദമാണ്. ഈ പരമപുരുഷനും വ ശക്തിയെയും കുറിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ പ്രകൃതിയുടെ 5 ഘടകങ്ങളുടെ ദേവനായി ഭഗവാനെ ആരാധിക്കുന്നു. ഭൂതപതി അല്ലെങ്കിൽ ഭൂതനാഥ് എന്ന് വിളിക്കപ്പെടുന്നു. പഞ്ചാക്ഷരി എന്നറിയപ്പെടുന്ന നമഃശിവായ എന്ന 5 അക്ഷരങ്ങൾ പഞ്ചഭൂതങ്ങളായ 5 മൂലകങ്ങളെ പ്രതിനിധീകരിക്കുന്നു. വായു, ഭൂമി, ജലം, അഗ്നി, ആകാശം എന്നിവ മനുഷ്യ ശരീരങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിയുടെ എല്ലാത്തിൻ്റെയും ഘടകങ്ങളാണ്. ശിവന് രൂപമുള്ളതും രൂപമില്ലാത്തതുമായ സങ്കല്പങ്ങളുണ്ട്. നല്ലതും ചീത്തതുമെല്ലാം ശിവൻ തന്നെയാണ് എന്ന് ശിവപുരാണം പറയുന്നു. പരബ്രഹ്മം, ഓംകാരം എന്നിവ ലോകനാഥനായ ശ്രീ പരമേശ്വരൻ തന്നെയാണെന്നും എല്ലാ ചരാചരങ്ങളും പരമാത്മാവായ ശിവനെ പ്രാപിച്ചാണ് മോക്ഷപ്രാപ്തി നേടുന്നതെന്നും ശിവപുരാണം പറയുന്നു. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ത്രിമൂർത്തികളാണ് പ്രധാന ദേവന്മാർ. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയാണ് ഇവരുടെ കടമകൾ. ഇവരിൽ സൃഷ്ടി ബ്രഹ്മാവും സ്ഥിതി വിഷ്ണുവും സംഹാരം ശിവനും നടത്തുന്നു എന്നാണ് സങ്കല്പം. കൈലാസ പർവ്വതങ്ങളിൽ സന്യാസ ജീവിതം നയിക്കുന്ന യോഗിയാണ് ശിവൻ. ഭാര്യ പാർവതിയും മക്കളായ ഗണേശനും സുബ്രഹ്മണ്യനും ചേർന്ന ഒരു ഗൃഹസ്ഥാശ്രമി. യോഗ, ധ്യാനം, കല എന്നിവയുടെ രക്ഷാധികാരിയായി ശിവനെ കണക്കാക്കുന്നു. ആദിയോഗി എന്നും ശിവൻ അറിയപ്പെടുന്നു. ശിവന്റെ ജനനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 3 കഥകളാണുള്ളത്. ശിവൻ സ്വയംഭൂവാണെന്ന് ശൈവർ വിശ്വസിക്കുന്നു. ആ കഥയാണ് ശിവ സ്കെച്ചിങ്ങിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. വൈഷ്ണവർ ശിവനെ മഹാവിഷ്ണുവാണ് സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കുന്നു. വിഷ്ണു പുരാണ പ്രകാരം പ്രളയത്തിന്റെ തുടക്കത്തിൽ തന്നെ പോലെ ആയിരിക്കേണ്ട ഒരു പുത്രനെ സൃഷ്ടിക്കാൻ ബ്രഹ്മാവ് വിഷ്ണുവിനോട് ഉപദേശിക്കുന്നു. അപ്പോൾ അതുപോലെ ധൂമ്രവർണ്ണമുള്ള ഒരു യുവാവ് കരഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. അവനോട് നീ എന്തിനാണ് കരയുന്നതെന്ന് ബ്രഹ്മാവ് ചോദിച്ചു. എനിക്കൊരു പേര് തരൂ എന്ന് യുവാവ് മറുപടി പറഞ്ഞു. നിന്റെ നാമം രുദ്രൻ, ബ്രഹ്മാവ് പറഞ്ഞു. തുടർന്ന് 8 ഭാവങ്ങൾക്ക് രുദ്ര, ഭവ, ശരഭ, ഈശാന, പശുപതി, ഭീമൻ, ഉഗ്രൻ, മഹാദേവൻ എന്നിങ്ങനെ പേരുകൾ നൽകി. സൂര്യൻ, ജലം, ഭൂമി, വായു, അഗ്നി, പ്രകാശം, ചന്ദ്രൻ എന്നിവയുടെ യഥാസ്ഥാനങ്ങൾ ബ്രഹ്മാവ് ശിവനെ ഏൽപ്പിച്ചു.
വിഷ്ണു പുരാണത്തിൽ പരമശിവന്റെ ജനനത്തെക്കുറിച്ച് ഒരു കഥ കൂടിയുണ്ട്. പ്രളയത്തിൽ സമ്പൂർണ്ണ നാശത്തെ അതിജീവിച്ചത് മഹാവിഷ്ണു മാത്രമാണ്. കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹം പ്രപഞ്ചത്തെ പുനഃസൃഷ്ടിക്കാൻ തുടങ്ങി. വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് ജനിച്ചത്. എന്നിട്ട് തന്റെ നെറ്റിയിൽ നിന്ന് ശിവനെ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് പരമശിവൻ സദാ ധ്യാനനിരതനായി ഇരിക്കുന്നത്. ശിവന്റെ കഴുത്തിൽ മാലയായി സർപ്പം, ശിരസിൽ അലങ്കരിച്ച ചന്ദ്രക്കല, ജടമുടിയിൽ നിന്നൊഴുകുന്ന ഗംഗാനദി, നെറ്റിയിൽ തൃക്കണ്ണ്, കയ്യിൽ ആയുധമായി തൃശൂലം, കൂടെ ഉടുക്ക്, ശരീരമാകെ ഭസ്മം എന്നിങ്ങനെയാണ് ശിവരൂപമുള്ളത്. സാധാരണയായി ലിംഗത്തിന്റെ രൂപത്തിലാണ് അദ്ദേഹത്തെ ആരാധിക്കുന്നത്. ശിവന്റെ വിഗ്രഹത്തെ ശിവലിംഗം എന്ന് പറയുന്നു. ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ഹിന്ദുക്കൾ പരക്കെ ആരാധിക്കുന്ന ദൈവമാണ് ശിവൻ. മറ്റു ദേവന്മാരിൽ നിന്നും വ്യത്യസ്തനായി ജടാധാരിയും ശ്മശാനവാസിയുമാണ് ശിവൻ. ശരീരത്തിൽ രുദ്രാക്ഷമാലയും നാഗങ്ങളും അണിഞ്ഞ നിലയിലാണ് ശിവന്റെ രൂപം. 3 കണ്ണുകൾ ഉള്ളതിനാൽ ശിവൻ മുക്കണ്ണൻ, ത്രിലോചനൻ എന്നീ നാമങ്ങളിലും അറിയപ്പെടുന്നു. ചന്ദ്രശേഖരൻ, ചന്ദ്രമൗലി, കലാധരൻ തുടങ്ങിയ നാമങ്ങൾ ശിവന്റെ പര്യായങ്ങളാണ്. ഭസ്മധാരിയും ശ്മശാനവാസിയുമായ ശിവന്റെ ഒരു രൂപമാണ് ഭൈരവൻ. പാലാഴി മദനത്തിന്റെ ഫലമായി കാളകൂടം എന്ന മാരക വിഷം പുറത്തേക്ക് വന്നു. 3 ലോകത്തെയും സംഹരിക്കാൻ കഴിവുള്ള വിഷമായിരുന്നു അത്രേ കാളകൂടം. കാളകൂടത്തെ ഉൾക്കൊള്ളാൻ മൃത്യുഞ്ജയനായ ശിവന് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. കാളകൂടം വയറ്റിലെത്തിയാൽ ശിവൻ മരിക്കും. അത് സംഭവിക്കാതിരിക്കാൻ പാർവതി ശിവന്റെ തൊണ്ടയിൽ അമർത്തി. കാളകൂടം താഴെ വീണാൽ പ്രപഞ്ചം നശിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ദേവന്മാർ ശിവന്റെ വായും പൊത്തി. അങ്ങനെ കാളകൂടം ശിവന്റെ തൊണ്ടയിൽ ഉറച്ചു. അങ്ങനെ ഭഗവാന്റെ കഴുത്ത് നീല നിറമായി മാറി. അന്നു മുതൽ ശിവൻ നീലകണ്ഠൻ എന്ന നാമത്തിൽ അറിയപ്പെടാൻ തുടങ്ങി. വാസുകി എന്ന നാഗത്തെ ശിവൻ എപ്പോഴും കഴുത്തിൽ അണിയുന്നു. കയ്യിൽ മാനിനെ വഹിക്കുന്ന രൂപത്തിലും ശിവനെ വർണ്ണിക്കാറുണ്ട്. മനസ്സിന്റെ ചഞ്ചലതയിൽ നിന്നും മായയിൽ നിന്നുമൊക്കെ ശിവൻ മോചിതനാണ് എന്നാണ് ഇത് പ്രതീകവൽക്കരിക്കുന്നത്. മനുഷ്യന്റെ മനസ്സ് ഒരു ചിന്തയിൽ നിന്നും മറ്റൊരു ചിന്തയിലേക്ക് മാനിനെ പോലെ ചാഞ്ചാടി പോകുന്നു. എന്നാൽ ശിവൻ സർവജ്ഞനും നിർവികാരനും നിർവികൽപ്പനുമാണ്. ശിവന്റെ വലതു കൈയിലേന്തിയ തൃശൂലം സപ്തഗുണം, തമോ ഗുണം, രജോ ഗുണം എന്നീ ത്രിഗുണങ്ങളെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. പരമാധികാരത്തെ കാണിക്കുന്ന ചിഹ്നമായും തൃശൂലത്തെ കണക്കാക്കുന്നു. ശിവന്റെ ഇടതു കൈയിലെ ഡമരു ശബ്ദഭ്രമത്തെ സൂചിപ്പിക്കുന്നു. ഡമരുനാദത്തിൽ നിന്നാണ് സംസ്കൃത ഭാഷ ഉത്ഭവിച്ചത് എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നു. നൃത്തം ചെയ്യുന്ന ശിവന്റെ രൂപം നടരാജൻ എന്നറിയപ്പെടുന്നു. ശിവന്റെ വാഹനമായ കാളയാണ് നന്ദി. പശുപതി എന്നൊരു നാമവും ശിവനുണ്ട്. പശു എന്ന വാക്കിനർത്ഥം മൃഗം എന്നാണ്. മൃഗങ്ങളുടെയെല്ലാം പാലകൻ എന്നാണ് പശുപതി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂതഗണങ്ങളും പ്രേതഗണങ്ങളും ശിവന്റെ ആജ്ഞാനുവർത്തിയായി കൈലാസത്തിൽ വിരാജിക്കുന്നു. ശിവനെ ധ്യാനിക്കുന്നതിനും ചിന്തിക്കുന്നതിനും അനുസരിച്ച് കൂടുതൽ ആഴത്തിലുള്ള അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ എല്ലാ വീഡിയോയും കാണുന്നതിനായി ആൾ എന്ന ബട്ടൺ കൂടി അമർത്തണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം. താങ്ക് യു.